ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ ആദ്യത്തെ രാശി, രാശിസ്വാമിയോ ചൊവ്വ. ഈ മാസം ഓഗസ്റ്റ് മാസം നവഗ്രഹങ്ങളുടെ ഗോചരം കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മേടരാശിക്കാർക്ക് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അനുസരിച്ചിട്ടുള്ളതാണ്. അഗ്നിതത്വമായിട്ടുള്ള മേടരാശിയുടെ ഇഷ്ടദേവൻ ബജരംഗബലി ഹനുമാൻജിയാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തുടിപ്പും ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തിൽ ചൊവ്വ 6-ാം ഭാവത്തിലും 3-ാം ഭാവത്തിൽ ശുക്രൻ വ്യാഴൻ, 4-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 5-ാം ഭാവത്തിൽ കേതു, 11-ാം ഭാവത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനിയുമാണ്. ശനി മഹാരാജ് 12-ാം ഭാവത്തിൽ വരുമ്പോൾ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് 7.5 ശനിയുടെ ആദ്യത്തെ ചരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗ്യം നോക്കുന്നത് നമ്മൾ 9-ാമത്തെ ഹൗസാണ്. 9-ാമത്തെ ഹൗസിൻ്റെ സ്വാമി ആയ വ്യാഴം 3-ാമത്തെ ഹൗസിൽ, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോ 7-ാമത്തെ ഹൗസിലും 9-ാമത്തെ ഹൗസിലും ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് ലേറ്റ് ആയാലും പക്ഷേ അത് നടന്നിരിക്കും. നിങ്ങൾക്ക് ഈ സമയം സെയിൽ പർച്ചേസിങ് അതുപോലെ തന്നെ ട്രേഡിങ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 16-ന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റോ അതുപോലെ മംഗളകാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഓഗസ്റ്റ് 16-ന് ശേഷം ചെയ്യുക. കരിയർ, നിങ്ങളുടെ ജോലി എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ജോലി നോക്കുന്നത് 10-ാമത്തെ ഹൗസാണ്. 10-ാമത്തെ ഹൗസിൻ്റെ സ്വാമി ശനിദേവ് 12-ാമത്തെ ഹൗസിൽ. നിങ്ങൾക്ക് ഇപ്പോൾ 7.5 ശനിയുടെ ആദ്യത്തെ ചരണം എന്ന് പറഞ്ഞു. 30 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾക്ക് ഈ ശനി നിങ്ങളുടെ 10-ാമത്തെ ഹൗസിൽ വരുന്നത്. 1995 ആയിരുന്നു നിങ്ങൾക്ക് ശനി വന്നിരുന്നത്. അതിനുശേഷം ഈ 30 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളുടെ രാശിയിൽ ശനിദേവ് ഇപ്പോൾ ഗോചരം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ മാസം ബുധനെയും ശുക്രനെയും ദൃഷ്ടിയും 12-ാമത്തെ ഹൗസിൽ ഉണ്ട്. അതുകൊണ്ട് ഓഗസ്റ്റ് 16-ന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഇൻബോൺ ടാലൻ്റ് എന്ന് പറയുന്നത് എന്തുമാണ്? അതാണ് നിങ്ങളുടെ അഗ്നിതത്വമുള്ള ഒരു രാശി. അപ്പോൾ സ്വന്തം ഇഷ്ടം അനുസരിച്ച് മാത്രം ചെയ്യുകയുള്ളൂ. ആരുടെയും ഉപദേശം കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്തവർ. പക്ഷേ ഈ മാസം ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് അനുസരിച്ച് 7.5 ശനിയും ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തീരുമാനവും എടുക്കാതിരിക്കുക. വളരെ നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഓഗസ്റ്റ് 16-ന് ശേഷം നല്ല ജോലി കിട്ടുകയും അതുപോലെ തന്നെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിങ്ങൾക്ക് കിട്ടുവാനും ഓഗസ്റ്റ് 16-ന് ശേഷം സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ്. ഈ സമയം എന്നു വെച്ചാൽ 7.5 ശനിയുടെ ഈ സമയം അധികം ചിന്തകൾ ആലോചനകളൊന്നും വേണ്ട. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെ വഴി വിട്ടേക്കും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വലിയ പ്രശ്നം ആക്കേണ്ട കാര്യമില്ല. ഓഗസ്റ്റ് മാസം നിങ്ങളുടെ ബിസിനസ് ഈ മാസം വളരെ നല്ല നിലയിൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സും അതുപോലെ തന്നെ വരുമാനം ഉണ്ടാകുകയും ചെയ്യും. വരുമാനം അനുസരിച്ച് ചിലവുകളും വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ രാശിസ്വാമി ചൊവ്വ 6-ാം ഭാവത്തിൽ. 6-ാം ഭാവം ജാതകത്തിൽ ശുഭം അല്ല. കടത്തിൻ്റെ, രോഗത്തിൻ്റെ, ശത്രുതയുടെ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തലവേദന, മൈഗ്രെയിനൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ വരുന്നതിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ മാസം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയം. യാത്രയൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം കുറച്ച് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷൻ നോക്കുന്നത് 5-ാമത്തെ ഹൗസിൽ. 5-ാമത്തെ ഹൗസിൻ്റെ സ്വാമിയാര സൂര്യൻ. അപ്പോൾ സൂര്യൻ ഇപ്പോൾ നിലവിലിരിക്കുന്നത് 4th ഹൗസിൽ ആണ്. ഓഗസ്റ്റ് 15, 16 ആകുമ്പോഴത്തേക്കും സൂര്യൻ 5-ാം ഭാവത്തിൽ വരുന്നു. അടുത്ത ഒരു മാസത്തേക്ക് സൂര്യൻ 5-ാം ഭാവത്തിൽ ആയിരിക്കും. ഈ വർഷം ഒരു പ്രാവശ്യം മാത്രമാണ് സൂര്യൻ്റെ സ്വന്തം രാശിയിൽ വരിക. ഈ സമയം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഈ മാസം
ഓഗസ്റ്റ് 16 ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പുതിയ അഡ്മിഷനുകളോ അതോ ഗവൺമെൻറ് എക്സാമോ അത് എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 ശേഷം നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമയമായിരിക്കും അടുത്ത ഒരു മാസത്തേക്ക്. ലവ് റിലേഷൻ, സ്നേഹബന്ധം, അത് നോക്കുന്നതും 5ാമത്തെ ഹൗസിലാണ്. അപ്പോൾ എഡ്യൂക്കേഷനും ലവ് റിലേഷനും ഒക്കെ നോക്കുന്നത് ഈ 5ാമത്തെ ഭാവത്തിലാണ്, സന്താനത്തിൻ്റെ ഒക്കെ. അപ്പോൾ ഈ മാസം നിങ്ങളുടെ 5ാമത്തെ ഹൗസിൽ കേതു. അപ്പോൾ ഓഗസ്റ്റ് 15-16 വരെ കേതു തനിയെ ആയിരിക്കും 5ാം ഭാവത്തിൽ ഇരിക്കുക. അപ്പോൾ കേതു എന്ന് പറയുന്നത് ഒരു ഷാഡോ പ്ലാനറ്റാണ്. അത് കേതു തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് അങ്ങനെയൊക്കെ ഒരു തോന്നൽ, ഒരു ഭ്രമം ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഷാഡോ പ്ലാനറ്റാണ് കേതു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ നിങ്ങൾക്ക് ചെയ്തു കൊടുത്താലും എപ്പോഴും ഒരു അസംതൃപ്തി നിങ്ങളിൽ ഉണ്ടായേക്കാം. എപ്പോഴും എന്തിന് എങ്കിലും ചൊല്ലി അത് കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഓഗസ്റ്റ് 16 വരെ. എന്തെന്നാൽ ഓഗസ്റ്റ് 16 സൂര്യൻ 5ാം ഭാവത്തിൽ വരുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ് 16 വരെ നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഇരിക്കുക. അതിനുശേഷം 16 കഴിഞ്ഞ് സൂര്യൻ്റെ രാശിയിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടായിരുന്ന ആ ചെറിയ പിണക്കങ്ങളും ഒക്കെയെല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകളെ നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നോക്കുന്നത് 7ാമത്തെ ഹൗസാണ്. ഏഴാമത്തെ ഹൗസിൻ്റെ സ്വാമി എന്ന് പറയുന്നത് ശുക്രൻ ഇപ്പോൾ ഉള്ളത് 3ാമത്തെ ഭാവത്തിലും. 21 ഓഗസ്റ്റിന് ശേഷം ശുക്രൻ നിങ്ങളുടെ 4ാം ഭാവത്തിൽ വരികയും ബുധൻ്റെ കൂട്ടത്തിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ 2 ആഴ്ച കുറച്ചൊരു നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് തിരക്കിലായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നതിനുള്ള അത്രയും സമയമൊന്നും കാണത്തില്ല. അതുകൊണ്ട് 21 ഓഗസ്റ്റിന് ശേഷം ഇതെല്ലാം മാറി ഒരു ബെറ്റർ ടൈം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുവരെ എല്ലാവരും ശ്രദ്ധിച്ച് ഇരിക്കുക. അപ്പോൾ ഓഗസ്റ്റ് 21 ശേഷം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നല്ലൊരു കെയർ ചെയ്യുകയും അതുപോലെ തന്നെ സന്തോഷകരമായ ചെറിയ യാത്രകളൊക്കെ ചെയ്യുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ: ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. ശനിയുടെ ബീജമന്ത്രം 108 തവണ ഡെയിലി നിങ്ങൾ ചെയ്തേ പറ്റൂ. നിങ്ങളുടെ 7ര ശനിയാണ്. അപ്പോൾ ശനിയുടെ ബീജമന്ത്രം ഒരു 108 പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക. അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ചെറിയൊരു ടിപ്പ്: നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രം. നിങ്ങളുടെ വീടിൻ്റെ വടക്കേ ഭിത്തിയിൽ ഒരു കുബേരൻ്റെ വിഗ്രഹം മേടിച്ചു വയ്ക്കുക. ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ കുബേരൻ്റെ വിഗ്രഹം അവിടെ വെച്ചതിന് ശേഷം പൂജ ചെയ്യുകയോ ഇങ്ങനെ അഗർബത്തി കാണിക്കുകയോ ഒന്നും ചെയ്യേണ്ട. കുബേരൻ്റെ വിഗ്രഹം ഒരിക്കലും പൂജാ റൂമിലും വെക്കാൻ പാടുള്ളതല്ല. അപ്പോൾ വടക്ക് ഭാഗത്ത് നിങ്ങൾ കുബേരൻ്റെ ഒരു വിഗ്രഹമോ ഒരു ഫോട്ടോയോ വെക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന് വളരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട. ഹരേ കൃഷ്ണ. സർവ്വം രാധാകൃഷ്ണാർപ്പണമസ്തു.